യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ശിഷ്യന്മാർക്ക് കീഴടങ്ങിയപ്പോൾ സത്യം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറയ്ക്കപ്പെട്ട് ശിശുക്കൾക്ക്, അതായത് ഭോഷന്മാർക്ക് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അപ്പോഴാണ് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചത്. അതെ, ഈ ലോകത്തിൽ നമ്മൾ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുമ്പോഴല്ല, സമ്പത്തും സമൃദ്ധിയും സ്വന്തമാക്കുമ്പോഴല്ല, മറിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കുമ്പോഴാണ് യേശു ആനന്ദിക്കുന്നത്. ആകയാൽ ഇനി സ്വർഗസ്ഥനായ പിതാവിനെ ആനന്ദിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനേക്കാൾ ഉപരിയായി ആത്മീയമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എന്തെന്നാൽ യേശുക്രിസ്തു അരുളി ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും.